കോടതി ഉത്തരവുകളെ വെല്ലുവിളിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലും വഞ്ചിയൂരിലും കൊച്ചി നഗരസഭയ്ക്ക് മുമ്പിലുമൊക്കെയായി റോഡ് തടഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ സമ്മേളനങ്ങളും പ്രതിഷേധ പരിപാടികളും നടത്തിയതിനാണ് കോടതി നേതാക്കളുടെ ചെവിക്ക് പിടിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ, കോൺഗ്രസ് നേതാക്കളായ TJ വിനോദ് MLA, മുൻ MLA ഡൊമിനിക് പ്രസന്റേഷൻ, എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് എന്നിവരാണ് നേരിട്ട് കോടതിയിലെത്തിയത്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് കോടതിയിൽ ഉറപ്പു നൽകിയ നേതാക്കൾ നിരുപാധികം മാപ്പപേക്ഷിച്ചു. പ്രതിഷേധങ്ങൾക്കെതിരല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി റോഡ് സ്റ്റേജ് കിട്ടാനുള്ള സ്ഥലമല്ലെന്ന് ഓർമ്മിപ്പിച്ചു. സമരങ്ങൾ നടത്തേണ്ടത് റോഡിൽ അല്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ജനകീയ വിഷയങ്ങളിൽ പ്രതിഷേധമുണ്ടാകുമെന്നും എന്നാൽ കോടതി നിർദ്ദേശം അനുസരിക്കുമെന്നുമായിരുന്നു എറണാകുളം DCC പ്രസിഡന്റിന്റെ പ്രതികരണം. ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ തുടരും. കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് യാഥാർത്ഥ്യമാണ്. ഡൽഹിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ പൊതുവിടങ്ങൾ, സമരങ്ങൾ ചെയ്യാനുള്ള ഇടങ്ങൾ സർക്കാർ നിശ്ചയിച്ചാൽ. ബിനോയ് വിശ്വവും പന്ന്യൻ രവീന്ദ്രനും പ്രതികരിച്ചില്ല. അതേസമയം വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നവർ രാഷ്ട്രീയ പാർട്ടികളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ നിസ്സഹായരാകുന്നത് കണ്ടാണ് റോഡ് തടഞ്ഞുള്ള സമരത്തിനെതിരെ കോടതിയെ സമീപിച്ചതെന്ന് ഹർജിക്കാരൻ പറഞ്ഞു. ഭയങ്കരമായിട്ട് ബ്ലോക്ക് കണ്ടപ്പോഴത്തേക്കും, അതുമാത്രമല്ല റോട്ടിൽ ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടുന്നത് അത് ഭരിക്കണ പാർട്ടിയുടെ തന്നെ ഒരു സമ്മേളനത്തിന് വേണ്ടി അത് അത്ര ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് കൊടുത്തതാണ്. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിൽ SFI സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചു. വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറ്റന്നാൾ നേരിട്ട് ഹാജരാകണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.